നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫാമിലി വെഡിംഗ് സെന്റർ. ആശാ വർക്കർമാരുടെ സംസ്ഥാനതല അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി താനൂരിൽ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ആശാ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്കിയ തൊഴിലാളികൾ താനൂരിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. ശൈലി സർവേക്ക് തീരുമാനിച്ച 2000 രൂപ അനുവദിക്കുക, ലെപ്രസി സർവേ വീണ്ടും എടുപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, ശൈലി സർവേയിൽ OTP സംവിധാനം ഒഴിവാക്കുക, ഓണറേറിയം 15000 രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. താനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന യോഗം CITU ഏരിയ പ്രസിഡന്റ് ബാലകൃഷ്ണൻ ചുള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു നാമമാത്രമായ വേതനത്തിലാണ് ജോലി ചെയ്യുന്നത്. അത് ഈ സ്കീം വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ വേതനവുമായി ാണ് ഈ ആശാ വർക്കർമാർ ജോലി ചെയ്യുന്നത്. പക്ഷേ ഭാരിച്ച ചുമതലകളാണ് ആരോഗ്യ മേഖലയിൽ അവർക്ക് അനുദിനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വയ്യ. അടിച്ചേൽപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ ചില നയങ്ങളുടെ ഭാഗമായിട്ട് ആളുകളെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ആ ഭാരങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈനംദിനമായി ആരോഗ്യ മേഖലയിൽ നമ്മൾക്കറിയാം ഒരുപാട് അസുഖങ്ങളും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സമയത്ത് അവിടെ മാലാഖമാരെ പോലെ നഴ്സുമാരോട് കൂടെ നിന്ന് ആരോഗ്യ മേഖലയിൽ അവരുടെ കൂടെ നിന്ന് ആരോഗ്യ പ്രവർത്തകരായി വർക്ക് ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് അവർക്ക് ദൈനംദിനമായി ഓരോ പുതിയ തീരുമാനങ്ങളുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആവശ്യത്തിനുള്ള വരുമാനം അവർക്ക് ജീവിത സന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള വരുമാനം കൊടുക്കുന്നുണ്ടോ? അതില്ല. ഇപ്പോൾ പുതിയ നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. ശൈലിയുമായി ബന്ധപ്പെട്ട് ഈ ആപ്പ് ഇറങ്ങിയിരിക്കുന്നു. ആ ആപ്പ് അതാത് സ്ഥലങ്ങളിൽ ചെന്ന് നമ്മളിത് ഡാറ്റകൾ കളക്ട് ചെയ്ത് അയക്കുമ്പോൾ അതിന് OTP വരണം. അങ്ങനെ OTP സംവിധാനം വന്നിരിക്കുന്നു. അങ്ങനെ പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാതെ അതിനുവേണ്ടിയുള്ള ഡാറ്റകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി സർവർ പണി മുടക്കുമ്പോൾ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൻ്റെ മേലാളന്മാർ അവരുടെ മുകളിലേക്ക് കുതിര കയറുന്ന സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള പരിഹാരം എന്നുള്ള നിലയ്ക്കൊന്നുമില്ല. എന്നാൽ ആവശ്യത്തിന് വരുമാനം തരുന്നുണ്ടോ? എടുക്കുന്ന ജോലിക്ക് തുല്യമായിട്ടുള്ള വരുമാനം വരുന്നുണ്ടോ? അല്ലെങ്കിൽ ജീവിത സന്ധാരണത്തിന് ആവശ്യമായി ജീവൻ കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ടോ? എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ? ഈ കേരളത്തിലൊഴിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുന്ന ഈ കേരളത്തിലൊഴിച്ച് ആശാ വർക്കർമാർക്ക് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരാനുകൂല്യവും കൊടുക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ്. സുഹറ നിറമരുതൂർ അധ്യക്ഷത വഹിച്ചു. സിനി താനാളൂർ സ്വാഗതം പറഞ്ഞു. CITU മുനിസിപ്പൽ കൺവീനർ P. അജയ്കുമാർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു. KP അംബിക, O. സൈനബ, K. സുനിത തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. TVN ന്യൂസ് താനൂർ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.